ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ് ബൈ ന്യൂ BPSC. നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കറണ്ട് അഫയേഴ്സിലെ ജനുവരിയിലെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ ആദ്യം ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ 18ാമത്തെ പ്രവാസി ഭാരതീയ ദിവസ് വേദി ഭുവനേശ്വർ 18ാമത്തെ പ്രവാസി ഭാരതീയ ദിവസ് മുഖ്യാതിഥി ക്രിസ്ത്യൻ കാർല കങ്കുലു, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രസിഡന്റ്. 18ാമത്തെ പ്രവാസി ഭാരതീയ ദിവസിൻ്റെ മുഖ്യ അതിഥി അതാണ് ക്രിസ്ത്യൻ കാർല കങ്കുലു ആണ്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റാണ്. 2025 തീം എന്ന് പറയുന്നത് വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവനയാണ് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ തീം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയും കാര്യം നോക്കിയില്ല. അപ്പോൾ ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കറാണ്. 18ാമത്തെ പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി ഭുവനേശ്വറാണ്. 18ാമത്തെ പ്രവാസി ഭാരതീയ ദിവസിൻ്റെ മുഖ്യ അതിഥി ക്രിസ്ത്യൻ കാർല കങ്കുലു ആണ്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റാണ്. 2025 തീം വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവനയാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യ ജനറേഷൻ ബീറ്റ കുഞ്ഞായിട്ടുള്ള ഫ്രാങ്കി സാഡെങ്ക് ജനിച്ചത് മിസോറാമിലാണ്. മിസോറാം ഐസ്വാളാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ജനറേഷൻ ബീറ്റ കുഞ്ഞ് ഫ്രാങ്കി സാഡെങ്ക് ജനിച്ചത് മിസോറാമിലാണ്. ഐസ്വാളാണ് മിസോറാം. 2025 മുതൽ 2031 വരെ ജനിക്കുന്ന കുട്ടികളെയാണ് ജനറേഷൻ ബീറ്റ ആയിട്ട് കണക്കാക്കുന്നത്. 2025 മുതൽ 2039 വരെ ജനിക്കുന്ന കുട്ടികളെയാണ് ജനറേഷൻ ബീറ്റ ആയിട്ട് കണക്കാക്കുന്നത്. മോഡ്വർത്ത് ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ്? നീലഗിരി, തമിഴ്നാടു. മോഡ്വർത്ത് ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ്? നീലഗിരി, തമിഴ്നാടു ആണ്. ഡോഡ ഗോത്രമാണ്. അമേരിക്കൻ മാഗസിൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് 2024 മികച്ച ജാവലിൻ ത്രോ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നീരജ് ചോപ്ര. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ജനറേഷൻ ബീറ്റ കുഞ്ഞ് ഫ്രാങ്കി സാഡെങ്ക് ജനിച്ചത് മിസോറാം ഐസ്വാളാണ്. 2025 മുതൽ 2039 വരെ ജനിക്കുന്ന കുട്ടികളാണ് ജനറേഷൻ ബീറ്റ ആയിട്ട് കണക്കാക്കുന്നത്. മോഡ്വർത്ത് ഐസ്വാൾ നടക്കുന്നത് നീലഗിരി, തമിഴ്നാട്ടിലാണ്. ഡോഡ ഗോത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. അമേരിക്കൻ മാഗസീനിൽ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് 2024 മികച്ച ജാവലിൻ ത്രോ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നീരജ് ചോപ്രയാണ്. 2025 അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള പ്രസിഡൻഷ്യൽ മോഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണ്. BCCI സെക്രട്ടറി ആകാൻ പോകുന്ന വ്യക്തി ദേവജിത്ത് സെക്കിയ. സഹകരണ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ രാജ്യത്താകെ നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഏക ബ്രാൻഡ് പദ്ധതിയാണ് ഭാരത് ബ്രാൻഡ്. സഹകരണ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും വിപണനം നടത്താൻ രാജ്യത്താകെ നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഏക ബ്രാൻഡ് പദ്ധതിയാണ് ഭാരത് ബ്രാൻഡ്. ബഹിരാകാശത്ത് പയർ ചെടി മുളപ്പിച്ച് പരീക്ഷ നടത്തിയ ബഹിരാകാശ ഏജൻസിയാണ് ISRO. ബഹിരാകാശത്ത് പയർ ചെടി മുളപ്പിച്ച് പരീക്ഷ നടത്തിയ ബഹിരാകാശ ഏജൻസിയാണ് ISRO. അപ്പോൾ 2025 അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മോഡൽ ഫോർ ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണ്. BCCI സെക്രട്ടറി ആകാൻ പോകുന്ന വ്യക്തി ദേവജിത്ത് സെക്കിയാണ്. സഹകരണ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ രാജ്യത്താകെ നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഏക ബ്രാൻഡ് പദ്ധതി ഭാരത് ബ്രാൻഡാണ്. ബഹിരാകാശത്ത് പയർച്ചെടി മുളപ്പിച്ച് പരീക്ഷ നടത്തിയ ബഹിരാകാശ ഏജൻസി ISRO ആണ്. അടുത്തത് വിജയ് ഹസാരെ ട്രോഫി ത്രിപുരയ്ക്കെതിരെ സെഞ്ചുറി നേടിയ കേരള ക്രിക്കറ്റ് താരം കൃഷ്ണപ്രസാദ്. വിജയ് ഹസാര ട്രോഫി ത്രിപുരയ്ക്കെതിരെ സെഞ്ചുറി നേടിയ കേരള ക്രിക്കറ്റ് താരം കൃഷ്ണപ്രസാദ് ഈ വർഷത്തെ സൂപ്പർ സൺ പ്രത്യക്ഷപ്പെട്ടത് ജനുവരി 4. ഈ വർഷത്തെ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയായത് ബേപ്പൂർ ആണ്.
വേദിയായത് ബേപ്പൂരാണ്. ബേപ്പൂർ. ഈ വർഷത്തെ ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് ചാമ്പ്യന്മാരായത് കേരളമാണ്. ഈ വർഷത്തെ ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യന്മാരായത് കേരളം. ഈയിടെ അന്തരിച്ച ലോക മുത്തശ്ശി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ടോമിക്കോ ഇറ്റൂക്ക. 116 വയസ്സായിരുന്നു. ഈയിടെ അന്തരിച്ച ലോക മുത്തശ്ശി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ടോമിക്കോ ഇറ്റൂക്ക. 116 വയസ്സ്. ടോമിക്കോ ഇറ്റൂക്ക. അപ്പോൾ വിജയ് ഹസാരെ ട്രോഫിയിൽ ത്രിപുരയ്ക്കെതിരെ സെഞ്ചുറി നേടിയ കേരള ക്രിക്കറ്റ് താരം കൃഷ്ണപ്രസാദ്. ഈ വർഷത്തെ സൂപ്പർ സൺ പ്രത്യക്ഷപ്പെട്ടത് ജനുവരി 4. ഈ വർഷത്തെ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയായത് ബേപ്പൂർ. ഈ വർഷത്തെ ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് ചാമ്പ്യന്മാരായത് കേരളം. ഈയിടെ അന്തരിച്ച ലോക മുത്തശ്ശി എന്നറിയപ്പെടുന്ന വ്യക്തി ടോമിക്കോ ഇറ്റൂക്ക. അടുത്തത്, ഗണിത പഠനം പിന്നാക്ക വ്യവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ KDISC മുഖേന വികസിപ്പിച്ചെടുത്ത പഠന പദ്ധതിയാണ് മഞ്ചാടി. ഗണിത പഠന പിന്നാക്ക വ്യവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ KDISC മുഖേന വികസിപ്പിച്ചെടുത്ത പഠന പദ്ധതിയാണ് മഞ്ചാടി. ആറാട്ടുപുഴ വേലായുധ പണിക്കർ 1825 ജനുവരിയിൽ ജനിച്ചു. 1874 ജനുവരിയിൽ മരിച്ചു. 200ാം ജന്മവാർഷികത്തോടൊപ്പം വീരമൃത്യുവിൻ്റെ 151ാം വാർഷികവും ആയിരുന്നു ഈ വർഷം എന്ന് പറയുന്നത്. ഓക്കെ. ചൈനയിൽ റിപ്പോർട്ട് ചെയ്ത ഹ്യൂമൻ മെറ്റാനിമോണോ വൈറസ് HMPV വൈറസിൽ ഇന്ത്യയിലെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് ബാംഗ്ലൂരിലാണ്. HMPV വൈറസ്. HMPV വൈറസിൻ്റെ ഫുൾ ഫോം എന്താണ്? ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ആണ്. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് HMPV ആദ്യം കണ്ടെത്തിയത് 2001 നെതർലൻഡിലാണ്. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് HMPV ആദ്യം കണ്ടെത്തിയത് 2001 നെതർലൻഡിലാണ്. അപ്പോൾ ഗണിത പഠനത്തിൻ്റെ പിന്നാക്ക വ്യവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ KDISC മുഖേന വികസിപ്പിച്ചെടുത്ത പഠന പദ്ധതിയാണ് മഞ്ചാടി. ചൈനയിൽ റിപ്പോർട്ട് ചെയ്ത ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് HMPV ഇന്ത്യയിൽ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത ബാംഗ്ലൂരിലാണ്. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് HMPV ആദ്യം കണ്ടെത്തിയത് 2001 നെതർലൻഡിലാണ്. അടുത്തത്, ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുന്നതിനായി പാരസെറ്റമോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള തദ്ദേശ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് CSIR ആണ്. CSIRൻ്റെ ഫുൾ ഫോം കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണ്. അപ്പോൾ ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുന്നതിനായി പാരസെറ്റമോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള തദ്ദേശ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് CSIR. 2024-25 ഇന്ത്യയുടെ GDP വളർച്ച 6.4%. 2024-25 ഇന്ത്യയുടെ GDP വളർച്ച 6.4%. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് GSL തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച 2 ഫാസ്റ്റ് പെട്രോൾ വെസലുകളാണ് അമൂല്യ അക്ഷയ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി ഗോവ ഷിപ്പ്യാർഡിൽ വെച്ചിട്ടുള്ള 2 ഫാസ്റ്റ് പെട്രോൾ വെസലുകളാണ്. പെട്രോൾ ആകുമ്പോഴത്തേക്ക് അമൂല്യമാണ്, അത് അക്ഷയമാണ്. സോ അമൂല്യ അക്ഷയ്. ക്രിമിനൽ വിഷയങ്ങളിൽ ഇന്റർപോളിലൂടെ അന്താരാഷ്ട്ര സഹായം തേടുന്നതിനുള്ള ഇന്ത്യയുടെ നിയമനിർവഹണ ഏജൻസികൾക്ക് നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപകൽപ്പന ചെയ്ത പോർട്ടലാണ് ഭാരത് പോൾ. ക്രിമിനൽ വിഷയങ്ങളിൽ ഇന്റർപോളിലൂടെ അന്താരാഷ്ട്ര സഹായം തേടുന്നതിനായി ഇന്ത്യയിലുള്ള നിയമനിർവഹണ ഏജൻസികൾ നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപകൽപ്പന ചെയ്ത പോർട്ടലാണ് ഭാരത് പോൾ. ഭാരത് പോൾ വികസിപ്പിച്ചതാരാണ്? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, CBI. അപ്പോൾ ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുന്നതിനായി പാരസെറ്റമോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായുള്ള തദ്ദേശ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് CSIR ആണ്. 2024-25 ഇന്ത്യയുടെ GDP വളർച്ച 6.4%. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി ഗോവ ഷിപ്പ്യാർഡിലും മറ്റ് പെട്രോൾ വെസൽസ് ഏതൊക്കെയാണ്? അമൂല്യയും അക്ഷയമാണ്. ക്രിമിനൽ വിഷയങ്ങളിൽ ഇന്റർപോളിലൂടെ അന്താരാഷ്ട്ര സഹായം തേടുന്നതിനുള്ള ഇന്ത്യയിലെ നിയമനിർവഹണ ഏജൻസികൾ നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപകൽപ്പന ചെയ്ത പോർട്ടലാണ് ഭാരത് പോൾ. ഭാരതത്തിൻ്റെ പോൾ ആയതുകൊണ്ട് ഭാരത് പോൾ വികസിപ്പിച്ചത് CBI ആണ്. അടുത്തത്, ആസാമിലെ ഏത് കരകൗശല വസ്തുവിനാണ് GI ടാഗ് പദവി ലഭിച്ചത്? ദുബ്രിയിലെ ആശാരിക്കണ്ടി ടെറാക്കോട്ടയിലെ കളിമൺ കരകൗശല വസ്തുവിന്. അപ്പോൾ ആസാമിലെ ദുബ്രിയിലെ ആശാരിക്കണ്ടി ടെറാക്കോട്ടയിലെ കളിമൺ കരകൗശല വസ്തുവിനാണ് GI ടാഗ് ലഭിച്ചത്. ഓക്കെ അല്ലേ? ആസാം മുഖ്യമന്ത്രി ആരാണ്? ഹിമന്ത ബിശ്വ ശർമ്മ. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. 74ാമത് ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് വേദി ഏതാണ്? ഭാവന
ഭാവനഗർ ഗുജറാത്ത്. 74ാമതിൻ്റെ ദേശീയ ബാസ്കറ്റ് ബോൾ ആണ്. അപ്പോൾ ബാസ്കറ്റ് ബോൾ ഭാവനഗർ ഗുജറാത്ത്. 74 74 ബാസ്കറ്റ് ബോൾ ഭാവനഗർ ഗുജറാത്ത്. 74 ബാസ്കറ്റ് ബോൾ ഭാവനഗർ ഗുജറാത്ത്. ഓക്കെ. ഇന്ത്യൻ നാഷണൽ ഖോഖോ ടീമിനായി 3 വർഷത്തെ സ്പോൺസർഷിപ്പ് കരാർ പ്രഖ്യാപിച്ചത് ഒഡീഷയാണ്. അപ്പോൾ ഒഡീഷയുടെ മുഖ്യമന്ത്രി ആരാണ്? മോഹന വാഗ്ദാന വില കൊടുത്തത്. അപ്പോൾ ആരാ? മോഹൻ ചാരൺ മാജി. ഇന്ത്യൻ നാഷണൽ ഖോഖോ ടീമിനായി 3 വർഷത്തെ സ്പോൺസർഷിപ്പ് കരാർ പ്രഖ്യാപിച്ചതാണ് ഒഡീഷയുടെ മുഖ്യമന്ത്രി മോഹൻ ചാരൺ മാജി. ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രഥമ ഖോഖോ ടീം വേൾഡ് കപ്പ് നമ്മുടെ നടക്കാൻ പോകുന്നതിൻ്റെ വേദി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രഥമ ഖോഖോൻ്റെ അത് കമൻറ്റ് ചെയ്യണേ. കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ അവിടെ പഠിക്കുന്ന കാര്യം ഇവിടെ വന്നു. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓക്കെ. ഇതൊക്കെയല്ലേ. ബ്രിങ് ഇറ്റ് ഓൺ എന്ന് പറയുന്ന ദീപ മാലിക്കിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. മുൻ ഇന്ത്യൻ പാരാ അത്ലറ്റിക്കാണ് ദീപ മാലിക്. അവരുടെ ഓട്ടോബയോഗ്രഫിയാണ് ബ്രിങ് ഇറ്റ് ഓൺ ദീപ മാലിക്. അത് ആരാണ് ദീപ മാലിക്? ഒരു മുൻ ഇന്ത്യൻ പാരാ അത്ലറ്റിക്കാണ്. അപ്പോൾ ആസാമിലെ ദുബ്രിയിലെ ആശാരിക്കണ്ടി ടെറാക്കോട്ടയ്ക്കാണ് GI ടാഗ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ്. 74 ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് വേദിയാകുന്നത് ഭാവനഗർ ഗുജറാത്താണ്. ഇന്ത്യൻ നാഷണലിലെ ഖോഖോ ടീമിനായി 3 വർഷത്തെ സ്പോൺസർഷിപ്പ് കരാർ പ്രഖ്യാപിച്ചത് ഒഡീഷയാണ്. ഒഡീഷയുടെ മുഖ്യമന്ത്രി മോഹൻ ചാരൺ മാജിയാണ്. ബ്രിങ് ഇറ്റ് ഓൺ ദീപ മാലിക്കിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. അവരൊരു മുൻ ഇന്ത്യൻ പാരാ അത്ലറ്റിക് ആണ്. അടുത്തത് ഹൗ ഇന്ത്യ സ്കെയിൽഡ് MT-G20 ദ ഇന്ത്യ ഇൻസൈഡ് സ്റ്റോറി ഓഫ് ദി G20 എന്ന പ്രസിഡൻസി ബുക്ക് ചെയ്തത് അമിതാഭ് കാന്താണ്. ഹൗ ഇന്ത്യ സ്കെയിൽഡ് MT-G20 ദ ഇൻസൈഡ് സ്റ്റോറി ഓഫ് ദി G20 എന്ന പ്രസിഡൻസി ബുക്ക് എഴുതിയത് അമിതാഭ് കാന്താണ്. ഇന്ത്യയിൽ നിന്നും പയറുവിത്ത് മുളപ്പിക്കാൻ വിശേഷിപ്പിച്ച പേടകത്തിൻ്റെ പേരാണ് പോയം 4. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പയറ് കൊണ്ടുപോയി ബഹിരാകാശത്ത് വെച്ചത് ISRO എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൊണ്ടുപോയ പേടകം ഏതാണ്? പോയം 4 ആണ്. ഉപയോഗിച്ച റോക്കറ്റ് PSLV 60. PSLV 60 പോയം 4ലാണ് ISRO പയർ നടാൻ വേണ്ടി കൊണ്ടുപോയത്. ഓക്കെ. രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്താൻ റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം ഒരുക്കിയ IIT ആണ് ഗുവാഹത്തി. രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്താൻ റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം ഒരുക്കിയ IIT ആണ് ഗുവാഹത്തി. ഇതേപോലെ ജനുവരിയുടെ കറണ്ട് അഫയേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മണ്ണിൻ്റെ വിഷാംശം മാറ്റാനുള്ള ബാക്ടീരിയ ഉപയോഗിച്ചിട്ട് വിളവ് കൂട്ടുന്ന ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചൊരു IIT ഉണ്ടായിരുന്നു പഠിച്ചത്. അപ്പോൾ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ട് മനസ്സിലാവും. കണ്ടങ്ങനെ IIT നമുക്ക് ഈ ലിങ്ക് ചെയ്ത് പഠിക്കുമ്പോൾ ഓർത്തിരിക്കും. അതൊന്ന് കമൻറ്റ് ചെയ്തോണേ. അടുത്തത് ISRO ചെയർമാനാകുന്ന 11ാമത്തെ വ്യക്തി എല്ലാവർക്കും അറിയുന്നതാണ് വി നാരായണൻ. തമിഴ്നാട് കന്യാകുമാരി നാഗർകോവിൽ സ്വദേശിയാണ്. അപ്പോൾ ഹൗ ഇന്ത്യ സ്കെയിൽഡ് MT-G20 ദ ഇന്ത്യ സ്റ്റോറി ഓഫ് ദി G20 പ്രസിഡൻസി ബുക്ക് അമിതാഭ് കാന്തിൻ്റെ ആണ്. ഇന്ത്യയിൽ നിന്നും പയറുവിത്ത് മുളപ്പിക്കാൻ വിശേഷിപ്പിച്ച പേടകത്തിൻ്റെ പേര് പോയം 4. ഉപയോഗിച്ച റോക്കറ്റ് PSLV 60 ആണ്. രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്താൻ റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം ഒരുക്കിയ IIT ഗുവാഹത്തിയാണ്. ISRO ചെയർമാനാവുന്ന 11ാമത്തെ വ്യക്തി വി നാരായണനാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരി നാഗർകോവിൽ സ്വദേശിയാണ്. ഓക്കെ. അടുത്തത് കൊഡാലിയ നദീതർക്കം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യ ബംഗ്ലാദേശ്. കൊഡാലിയ നദീതർക്കം പ്രൊണൗൺസിയേഷൻ ഇങ്ങനെയൊക്കെയാണോ എന്തോ. കൊഡാലിയ നദീതർക്കം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണ്? ഇന്ത്യ ബംഗ്ലാദേശ്. കൊഡാലിയ നദീതർക്കം ഇന്ത്യ ബംഗ്ലാദേശ്. ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാനിലെ ഗോത്രവർഗ വിഭാഗമാണ് ജരാവ ഗോത്രം. ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു ആൻഡമാനിലെ ഗോത്ര വിഭാഗമാണ് ജരാവ ഗോത്രം. ലെബനീസിൻ്റെ പുതിയ പ്രസിഡന്റാണ് ആർമി ചീഫ് ജോസഫ് ഔൺ ആണ് ലെബനീസിൻ്റെ പുതിയ പ്രസിഡന്റ്. ആർമി ചീഫ് ജോസഫ് ഔൺ ആണ് ലെബനീസിൻ്റെ പുതിയ പ്രസിഡന്റ്. ലെബനീസ് ഔൺ. ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയുടെ ഔദ്യോഗികമായ അംഗമായ രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രാബാവോ സുബിയാന്തോ. ഇപ്പോൾ നിലവിലെ ബ്രസീലിലാണ് ബ്രിക്സിൻ്റെ കൂട്ടായ്മ അധ്യക്ഷ സ്ഥാനം. അപ്പോൾ ഈ 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗമായിട്ടുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് പ്രാബാവോ സുബിയാന്തോ. ഇപ്പോൾ ബ്രിക്സിലാണ് നടക്കുന്നത്? ബ്രസീലാണ് നടക്കുന്നത്. ഓക്കെ.
അപ്പോൾ കൊഡാലെ നദീതർക്കം ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാനിലെ ഗോത്ര വിഭാഗം ഏതാണ്? ജരാവയാണ്. ലെബനീസിൻ്റെ പുതിയ പ്രസിഡന്റ് ഔൺ ആണ്. ഓക്കെ, അടുത്തത് 2025 കരസേനാ ദിന പരേഡ് വേദി പൂനെയാണ്. 2025 കരസേനാ ദിന പരേഡ് വേദി പൂനെയാണ്. ഇതേപോലെ നമ്മൾ വേറൊരു സാധനം പഠിച്ച്, നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള സൂര്യകിരൺ, അതും കൂടെ ഓർത്തോണേ. അത് ജനുവരിയിലെ കറണ്ട് അഫയേഴ്സിലുള്ളതായിരുന്നു. അപ്പോൾ 2025 കരസേനാ ദിന പരേഡ് വേദി പൂനെ ആയിരുന്നു. 3ാം തവണയാണ് ഡൽഹിക്ക് പുറത്ത് ആർമി പരേഡ്. അപ്പോൾ എപ്പോഴും ഡൽഹിയിലാണ് നടക്കുന്നത്. ഇത് 3ാം തവണയാണ് ഡൽഹിക്ക് പുറത്ത് കരസേനാ ദിനത്തിൻ്റെ പരേഡ് വേദി പൂനെയിൽ 2025 നടക്കുന്നത്. ഇന്ത്യയിൽ $3 മില്യൺ നിക്ഷേപം പ്രഖ്യാപിച്ച കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. ഇന്ത്യയിൽ $3 മില്യൺ നിക്ഷേപം പ്രഖ്യാപിച്ച കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റിൻ്റെ ഇപ്പോഴത്തെ CEO ആരാണ്? സത്യനദല്ല. 2025 ജനുവരിയിൽ H5N1 പക്ഷിപ്പനി ബാധിച്ച് മനുഷ്യമരണം റിപ്പോർട്ട് ചെയ്തത് ലൂസിയാന, അമേരിക്കയിലാണ്. 2025 ജനുവരിയിൽ H5N1 പക്ഷിപ്പനി ബാധിച്ച് മനുഷ്യമരണം റിപ്പോർട്ട് ചെയ്തത് ലൂസിയാന, അമേരിക്ക. 2025 ആഗോള ജാവലിൻ മത്സരത്തിന് വേദിയാകുന്നത് ഇന്ത്യയാണ്. ആഗോള ജാവലിൻ മത്സരത്തിന് വേദിയാകുന്നത് ഇന്ത്യ. തൊട്ട് മുമ്പ് നമ്മൾ ജാവലിൻ ത്രോയുടെ അവാർഡ് കൊടുത്തത് നീരജ് ചോപ്രയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് അവാർഡായിരുന്നു കൊടുത്തത്? കമൻറ്റ് ചെയ്തു. ഈ അടുത്ത് ഭൂകമ്പമുണ്ടായ ഷിഗസെ ഏതു രാജ്യനഗരമാണ്? ഭൂട്ടാൻ. ഈ അടുത്ത് ഭൂകമ്പമുണ്ടായ ഷിഗസെ ഏതു രാജ്യത്തെ നഗരമാണ്? ഭൂട്ടാൻ. ഷിഗസെ ഭൂട്ടാൻ. അപ്പോൾ 2025 കരസേനാ ദിന പരേഡിൻ്റെ വേദി പൂനെയാണ്. ഇത് 3ാം തവണയാണ് ഡൽഹിക്ക് പുറത്ത് കരസേനാ ദിന പരേഡ് നടക്കുന്നത്. ഇന്ത്യയിലെ $3 മില്യൺ നിക്ഷേപം പ്രഖ്യാപിച്ച കമ്പനി മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ CEO സത്യ നദല്ലയാണ്. 2025 ജനുവരിയിൽ H5N1 പക്ഷിപ്പനി ബാധിച്ച് മനുഷ്യമരണം റിപ്പോർട്ട് ചെയ്തത് ലൂസിയാന, അമേരിക്കയിലാണ്. 2025 ആഗോള ജാവലിൻ മത്സരത്തിന് വേദിയാകുന്നത് ഇന്ത്യയാണ്. ഈ അടുത്ത് ഭൂകമ്പമുണ്ടായ ഷിഗസെ ഏത് രാജ്യത്താണ്? ഭൂട്ടാൻ. അടുത്തത് മഹാകുംഭമേളവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച റേഡിയോ ചാനലാണ് കുംഭവാണി. കുംഭവാണി. ഏത് വർഷമായിട്ടാണ് ഇന്ത്യൻ പ്രതിരോധ സേന ഈ വർഷം പ്രഖ്യാപിച്ചത്? പരിഷ്കാരങ്ങളുടെ വർഷമായിട്ടാണ് പ്രതിരോധ സേന ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത്ലറ്റിക് ഫെഡറേഷൻസ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ബഹദൂർ സിംഗ് സാഹു. അത്ലറ്റിക് ഫെഡറേഷൻസ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ബഹദൂർ സിംഗ് സാഹു. അല്ല, സീനിയർ വൈസ് പ്രസിഡന്റ് ആരാണ്? അഞ്ജു ബോബി ജോർജ്. അഞ്ജു ബോബി ജോർജ്. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൻ്റെ വേദി എവിടെയാണ്? റാഞ്ചി. ഈയിടെ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? JK വിനോദ് ചന്ദ്രൻ. ഇതൊക്കെ ഒരു വിനോദമല്ലേ? JK വിനോദ് ചന്ദ്രൻ. ഈയിടെ സുപ്രീം കോടതി ജഡ്ജിയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? JK വിനോദ് ചന്ദ്രൻ. അപ്പോൾ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച റേഡിയോ ചാനൽ കുംഭവാണി. ഏത് വർഷമായിട്ടാണ് ഇന്ത്യ പ്രതിരോധ സേന പ്രഖ്യാപിച്ചത്? പരിഷ്കാരങ്ങളുടെ വർഷം. അത്ലറ്റിക് ഫെഡറേഷൻസ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ബഹദൂർ സിംഗ്. ബഹദൂരം പോകേണ്ട അത്ലറ്റിക്സ് ആകുമ്പോൾ ബഹദൂർ സിംഗ് സാഹു. സീനിയർ വൈസ് പ്രസിഡന്റ് ആരാണ്? അഞ്ജു ബോബി ജോർജ് ആണ്. ദേശീയ സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻ. അത്ലറ്റിക്സ് ആകുമ്പോൾ റാഞ്ചി കൊണ്ടുപോയി അത്ലറ്റിക്സ് ഫെഡറേഷൻ്റെ ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റായിട്ട് പോയത് ബഹദൂരം പോകാനായിട്ട് ബഹദൂർ സിംഗ് സാഹു. എന്ന് മറന്നു പോവല്ലേ, റാഞ്ചി. അതൊക്കെയാണ്. ഈയിടെ സുപ്രീം കോടതി ജഡ്ജിയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് JK വിനോദ് ചന്ദ്രൻ. അടുത്തത് എന്തുമില്ലേ, തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷനായി നിയമിതനായ വ്യക്തിയാണ് B. അശോക്. തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷനായി നിയമിതനായ വ്യക്തിയാണ് B. അശോക്. തദ്ദേശ സ്വയംഭരണം B. അശോക്. WCM പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ചെസ് ചാമ്പ്യനാണ് ദിവി ബിജേഷ്. അപ്പോൾ എന്താണ്? WCM പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ചെസ് താരമാണ് ദിവി ബിജേഷ്.
വിജേഷ്. കാട്ടുതീ കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എവിടെ? ലോസ് ആഞ്ചലസ്, കാലിഫോർണിയ. കാട്ടുതീ കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എവിടെ? ലോസ് ആഞ്ചലസ്, കാലിഫോർണിയ. കാട്ടുതീ കാരണം അടിയന്തരാവസ്ഥ ലോസ് ആഞ്ചലസ്, കാലിഫോർണിയ. ലോകത്തെ ആദ്യത്തെ തടി ഉപഗ്രഹം എവിടെയാണ്? ലിഗ്നോസാറ്റ് ആണ്. ലോകത്തിലെ ആദ്യത്തെ തടി ഉപഗ്രഹം ഏതാണ്? ലിഗ്നോസാറ്റ് ആണ്. അത് ജാപ്പനീസ് ബഹിരാകാശ ഏജൻസിയും കൊയോട്ടോ സർവകലാശാലയും ചേർന്നാണ് ലിഗ്നോസാറ്റ് ഭ്രമണപഥത്തിൽ എത്തുകയും ചെയ്തു. ഇപ്പോൾ ലിഗ്നോസാറ്റ് തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഉപകരണമാണ് ലിഗ്നോസാറ്റ്. ജപ്പാൻകാരും ക്യോട്ടോ സർവകലാശാലയും കൂടെ ഒരുമിച്ച് ഭ്രമണപഥത്തിൽ എത്തി. ഓക്കെ. അപ്പോൾ തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷണർ നിയമിതനായ വ്യക്തിയാണ് ബി അശോക്. WCM പദവി ലഭിച്ചിട്ടുള്ള ക്രിക്കറ്റ് ചെസ് താരമാരാണ് ദിവി ബിജേഷ്. പി ജയചന്ദ്രൻ. 1986 ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലെ ശിവശങ്കര സർവശരണ്യ വിഭോ എന്ന ഗാനത്തിലൂടെ ജയചന്ദ്രനെ തേടി മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരമെത്തി. 5 തവണയാണ് ജയചന്ദ്രൻ മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കിയത്. 2020 മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾക്ക് മലയാള സിനിമയിലെ പരമോന്നത ബഹുമതിയായ JC ഡാനിയൽ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2014 ഹരിവരാസനം അവാർഡും ലഭിച്ചു. അപ്പോൾ പി ജയചന്ദ്രൻ സാറിനെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ്സ്: 1986 അദ്ദേഹത്തിന് മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. 1986 മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. 1986 മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. ഏത് സിനിമയിൽ? ശ്രീനാരായണ ഗുരു എന്ന സിനിമയിൽ ശിവശങ്കര സർവശരണ്യ വിഭോ എന്ന ഗാനത്തിന്. പിന്നെ അദ്ദേഹത്തിന് 5 തവണയാണ് മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 1 തവണ മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം 1984, 5 തവണ മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരവും 2020 സമഗ്ര സംഭാവനകൾക്ക് JC ഡാനിയലിൻ്റെ അവാർഡും 2014 ഹരിവരാസനം അവാർഡും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 1986 ദേശീയ പുരസ്കാരം, 5 തവണ സംസ്ഥാന പുരസ്കാരം, 2020 JC ഡാനിയൽ അവാർഡും 2014 ഹരിവരാസൻ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യ മൃഗാവകാശ സംഘടനയായ പീപ്പിൾ ഫോർ അനിമൽസ് മേനക ഗാന്ധിക്കൊപ്പം സ്ഥാപിച്ച വ്യക്തിയാണ് പ്രതീഷ് നന്ദി. അപ്പം പ്രതീഷ് നന്ദിയും മേനകാ ഗാന്ധിയും കൂടെ ചേർന്നുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മൃഗ അവകാശ സംഘടനയായ പീപ്പിൾ ഫോർ അനിമൽസിൻ്റെ സ്ഥാപകരാരാണ്? മേനകാ ഗാന്ധിയും പ്രതീഷ് നന്ദിയുമാണ്. ഇവർ രണ്ടുപേരുമാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മൃഗ അവകാശ സംഘടനയായ പീപ്പിൾസ് ഫോർ അനിമൽസ് രൂപകൽപ്പിക്കുക ചെയ്യപ്പെട്ടത്. ഓക്കെ. വായ്പ വളർച്ചയിലെ CSB ബാങ്കിൻ്റെ നേട്ടത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 1ാമതാണ്. വായ്പ വളർച്ചയിലാണ് 1ാം സ്ഥാനം. അടുത്ത്, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഡീപ്പ് ഫേക്കുകളും വീഡിയോ കോളുകളും ഓഡിയോകളും കണ്ടെത്തുന്നതിനായി സൈബർ സെക്യൂരിറ്റി കമ്പനിയായ മക്കഫി പുറത്തിറക്കിയ സോഫ്റ്റ്വെയറാണ് ഡീപ്പ് ഫേക്ക് ഡിറ്റക്ടർ. അത് കുറച്ച് എളുപ്പമാണ്, ഡീപ്പ് ഫേക്ക് ഡിറ്റക്ടർ. പക്ഷേ ഓപ്ഷൻ വരാൻ കൺഫ്യൂസ് ആയി പോകുന്നത്. പക്ഷേ ഓർത്ത് വെച്ച് ഡീപ്പ് ഫേക്ക് ഡിറ്റക്ടർ. ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന് കീഴിലുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് പുടിമടക, അനകപ്പള്ളി, വിശാഖപട്ടണം. അപ്പോൾ ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന് കീഴിലുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് പുടിമടക, അനകപ്പള്ളി, വിശാഖപട്ടണത്തിലുള്ള പുടിമടകയാണ്. വിശാഖപട്ടണം പുടിമടക അവിടെയാണ് ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ്. ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് വിശാഖപട്ടണം, പുടിമടക. ഓക്കെ. ഇന്ത്യൻ ഗവൺമെൻറ് അവതരിപ്പിച്ച ഈ ലേല പോർട്ടൽ എന്താണ് അറിയപ്പെടുന്നത്? ബാങ്ക് നെറ്റ് ആണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അവതരിപ്പിച്ച ഈ ലേല പോർട്ടൽ അറിയപ്പെടുന്നത് ബാങ്ക് നെറ്റ് എന്നാണ്. ബാങ്ക് നെറ്റാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ ലേല പോർട്ടൽ എന്ന് പറയുന്നത്. അനധികൃത കുടിയേറ്റ തടയുന്നതിനുള്ള നടപടികൾക്ക് ഭാഗമായി ലോകത്തിലെ ആദ്യ പുതിയ ഉപരോധ വ്യവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് UK. അനധികൃത കുടിയേറ്റ തടയുന്നതിനായി നടപടികൾ ഭാഗമായി ലോകത്തിലെ ആദ്യത്തെ പുതിയ ഉപരോധ വ്യവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് UK എന്ന് പറയുന്നത്. സ്ക്രബ് ടൈഫസ് ബാധ 2024 ഡിസംബറിലാണ് വന്നത്. അത് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തമിഴ്നാടാണ്. സ്ക്രബ് ടൈഫസ് തമിഴ്നാടു. ആ ഒരു രോഗത്തിന് കാരണമായ ബാക്ടീരിയ ഓറിയന്റീറിയ സുസുഗമുഷിയാണ്. ഓക്കെ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന് 2025 17ാമത് ബഷീർ അവാർഡ് ലഭിച്ചത് പി
എൻ ഗോപാലകൃഷ്ണനാണ്. പി എൻ ഗോപികൃഷ്ണനാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന് 2025 17ാമത് ബഷീർ അവാർഡ് ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണനാണ്. കവിത മാംസപൂജയാണെന്ന സമാഹാരത്തിനാണ് പുരസ്കാരം. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ കവിത മാംസപൂജയാണ് എന്ന സമാഹാരത്തിനാണ് പി എൻ ഗോപികൃഷ്ണന് 2025 17ാമത് വൈക്കം ബഷീർ സ്മാരക അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാം, അപ്പോൾ തൊട്ട് മുമ്പുള്ള അവാർഡ് ആർക്കാണ് കിട്ടിയത്? ഈ സന്തോഷ് കുമാർ. 16ാമത്തെ അവാർഡ് ലഭിച്ചത് ഈ സന്തോഷ് കുമാറിനും 17ാമത്തെ അവാർഡ് ലഭിച്ചത് പി എൻ ഗോപാലകൃഷ്ണൻ. 16ാം സന്തോഷമായിരുന്നു. 16ാമത്തത് സന്തോഷമായിരുന്നു. ഇപ്പോഴത്തെ 17ആണ്, അത് പി ഗോപികൃഷ്ണനാണ്. അപ്പോൾ 16 സന്തോഷ് കുമാറിനും 17ാമത് പി എൻ ഗോപികൃഷ്ണനാണ്. അതിൽ സന്തോഷ് കുമാറിൻ്റെ ഏത് കവിതയ്ക്കാണ് കിട്ടിയത്? നാരകങ്ങളുടെ ഉപമ എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം. നാരകങ്ങളുടെ ഉപമ എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം. ചൈന അതിർത്തിക്കടുത്ത് 73 അടി ഉയരമുള്ള ഇന്ത്യൻ പതാക സ്ഥാപിച്ചത് എവിടെ? ജെമിങ്താങ് അരുണാചൽ പ്രദേശാണ്. തവാങ് ജില്ലയിൽ ഇന്ത്യ ചൈന അതിർത്തിക്കടുത്തുള്ള ആദ്യത്തെ ഭരണ കേന്ദ്രമാണ് ജെമിങ്താങ്. അപ്പോൾ ജെമിങ്താങ് എന്താണ്? തവാങ് ജില്ലയാണ് ജെമിങ്താങ് ഉള്ളത്. തവാങ് ജില്ലയിൽ ഇന്ത്യ ചൈന അതിർത്തിക്കടുത്തുള്ള ആദ്യത്തെ ഭരണ കേന്ദ്രമാണ് ജെമിങ്താങ്. ചൊവ്വയുടെ വിപുലമായിട്ടുള്ള പര്യവേഷണത്തിന് വേണ്ടി ഇൻജുനിറ്റി കോപ്റ്ററിൻ്റെ പിൻഗാമിയായി നാസ അവതരിപ്പിച്ച ഡ്രോണാണ് മാർസ് ചോപ്പർ. അപ്പോൾ ഇത്രയുമാണ് ജനുവരിയിലുള്ള നമ്മളുടെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. 2 പാർട്ടിലെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുള്ളത്. 2 പാർട്ടും കൂടെ ആകുമ്പോഴത്തേക്കും ജനുവരിയിലുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. താങ്ക്